കൊച്ചുമേ എന്താണ് മണിക്കുട്ടാ? എടാ ടീച്ചറിനെ ഒന്നും കാണുന്നില്ലല്ലോ, ടീച്ചർ ഒന്ന് വരുമോ? ആർക്കറിയാം, ടീച്ചറോട് പോയി ചോദിക്കും. ടീച്ചർ പറയാൻ ഞാൻ അങ്ങനെ ചോദിച്ചാനാടാ. സൈലൻസ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ടീച്ചർ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്ട് എന്താ? കുട്ടികളെ ഇന്ന് പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ല. അതെന്താ മിസ് പഠിത്തമില്ലത്തെ? നമ്മളിന്ന് എല്ലാരും ഒരു ക്ലാസ് ട്രിപ്പ് പോവാ. ടീച്ചറെ ബസ്സപ്പ് വരും. ബസ്സൊക്കെ ഇപ്പൊ വരും. ടീച്ചർ എന്റെ അനിയത്തി ആണെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അവളെ കൂടെ കൊണ്ടുപോവോ? മോന്റെ അനിയത്തി മാത്രമല്ല, എല്ലാരും കൊണ്ടുപോകും. 5ഉം 4 ക്ലാസ്സിൽ ഇപ്പൊ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നത്. അടുത്ത ആഴ്ച 3ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെ കുട്ടികളെ അടുത്ത ആഴ്ച അടുത്ത ടൂറിന് പോകുന്നതാണ്. പെട്ടെന്ന് കുട്ടികളെ ബസ് ഇപ്പൊ വരും. ടൂറിസ്റ്റ് ബസ് ആണോ ടീച്ചറെ? അതെ, ടൂറിസ്റ്റ് ബസ് തന്നെ. നല്ല രസമുണ്ടല്ലോ പുറത്തെ കാഴ്ചകളൊക്കെ. ശരിയാണ്, നല്ല രസമുണ്ട് പുറത്തോട്ട് കാഴ്ചയൊക്കെ. പെട്ടെന്ന് നോക്കണം, വലിയൊരു താമരക്കുളം, നല്ല രസമുണ്ട് നോക്ക്. നല്ല രസമുണ്ടല്ലോ താമരക്കുളമൊക്കെ കാണാനായിട്ട്. കുട്ടികളെ സ്ഥലം എത്തി. കുട്ടികളെ, നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? എല്ലാരും ഒരേ വരിയിൽ തന്നെ നടക്കണം കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ല കേട്ടോ. കുട്ടികളെ എല്ലാരും ശ്രദ്ധിക്കണേ. നമ്മളെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് താഴോട്ട് വരുന്നവർക്കൊക്കെയാ. താഴോട്ട് വീണ ഒരു പൊടി പോലും കിട്ടത്തില്ല അവരുടെ. അതുകൊണ്ട് എല്ലാ കുട്ടികളും സൂക്ഷിച്ചു വരണേ. ശരി മിസ്. 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 എന്നാ കുട്ടികൾ, നമുക്ക് ഇനി അടുത്ത സ്ഥലം കാണാൻ പോവാ. അയ്യോ, ഞാൻ ഇത് കമ്പി തട്ടി താഴെ വീണേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ, ഞാൻ കുപ്പയിലോട്ട് പോയേ. അയ്യോ അയ്യോ അയ്യോ, കൈയും കാലൊക്കെ വേദനിക്കുന്നു. അയ്യോ ഞാനിത് എവിടെയാ? അയ്യോ, മേലോട്ട് ഭയങ്കര ഉയരമാണല്ലോ. ഞങ്ങളെല്ലാരും ആ വഴി കൂടെ അങ്ങോട്ട് നടന്നു പോയത്. ഇനി എങ്ങനെ മേലോട്ട് കേറും? അതൊന്ന് വേറെ ഒരു ഭാഷ സംസാരിക്കുന്ന ആരോ. ഞാനിതൊരു കേൾക്കത്തൊരു ടൈപ്പ് ഭാഷ. ആരത്? ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. അയാളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, നിങ്ങൾ ആരാ? നീ എന്താണ് ഞങ്ങളെ കാട്ടിൽ കയറിട്ട് ഞങ്ങൾ ആരാന്ന് ചോദിക്കുന്നേ? നീ ആരാടാ പറയടാ. നീയൊക്കെ കാട് നശിപ്പിക്കാൻ വന്നേക്കുന്നോമാരല്ലേ? ഇപ്പൊ നിന്നെയൊക്കെ കുന്നം കുത്തി കയറ്റി കൊല്ലാൻ പോവാണ് ഞാൻ. അയ്യോ, ഞാനൊരു പാവം, കാട് നശിപ്പിക്കണമെന്ന് വന്നതല്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തിയടാ? ഞാനാണ് സ്കൂളിൽ നിന്ന് ടൂർ വന്ന്. സ്കൂളോ? ടൂറോ? അതൊന്നും സാധനമാ. ഞങ്ങളുടെ സ്ഥലത്തു നിന്നാണെങ്കിലേ ഈ സ്ഥലത്തോട്ട് ഞങ്ങൾ കുറെ പേര് വന്നു ഈ കാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ ആളെക്കുട്ടി വന്നേക്കുമല്ലേ കാട് നശിപ്പിക്കാൻ വേണ്ടിട്ട്? ഇവൻ ഇപ്പൊ തന്നെ ഷൂല് എറിഞ്ഞു കൊല്ലാം. അയ്യോ, ഞങ്ങൾ ആരും കാട് നശിപ്പിക്കാൻ വന്നതല്ല, ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വന്നതാ. കാടിന്റെ ഒക്കെ ഭംഗി കാണാൻ വേണ്ടിട്ട് ഞങ്ങളെ കാണാനാണ് കിട്ടിയത്. അയ്യോ, അങ്ങ് മേലൊരു കാടില്ലേ, ആ കാട് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര താഴ്ചയല്ലേ, അറിയാതൊരു കമ്പി തട്ടി ഇങ്ങോട്ട് ഉരുണ്ട് വന്ന് വീണത് ഞാൻ. അല്ലെങ്കിൽ ഞാൻ മേലെ കൂടെ അങ്ങോട്ട് പോകത്തേ ഉള്ളായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. നീ ഞങ്ങളുടെ കാടിന് ഒരു ഉപദ്രവം ഉണ്ടാക്കത്തില്ലല്ലോ? ഇല്ല, ഞാനൊരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല, ഞങ്ങൾ കാട്ടുവാസികൾ. കാട്ടുവാസിയാണോ? കാട്ടുവാസിയാ? എന്റെ അമ്മ, എനിക്ക് പേടി വരുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ. എവിടെ പോവാണ് ചക്ക നീ? നിന്നെ ഞങ്ങൾക്ക് കുറെ ആവശ്യമുണ്ട്. എന്താ ആവശ്യമാ? ഞങ്ങളുടെ മൂപ്പിനെ നോക്കാൻ വേണ്ടി ഒരാളെ വേണം ഞങ്ങൾക്ക്. ഇപ്പൊ നിന്നെ കിട്ടിയല്ലോ, വാടച്ചക്ക. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ കാടിന് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ വന്നതല്ലോ നീ. ചക്ക, നീ കൂടുതൽ സംസാരിക്കണ്ടേ. ഈ ഷൂല് എറിഞ്ഞ് കൊല്ലും കേട്ടോ നിന്നെ. ഞങ്ങളെ പറഞ്ഞാ കേട്ടാ മതി. ഞങ്ങളോടെ വന്നിട്ട് ഞങ്ങളുടെ മൂപ്പിനെ നോക്കിക്കോണം കേട്ടോടാ. അയ്യോ, ഞാൻ പൊക്കോളൂ, ഞങ്ങൾ ഒന്നും ചെയ്യാൻ വന്നതല്ല. ചെക്ക, നിനക്ക് പറഞ്ഞ അനുസരണയില്ലേ? ഈ ഷൂല് ഇപ്പൊ ഒറ്റ ഏറി കേട്ടോടാ. വാടാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വരാവേ. അയ്യോ. അങ്ങനെ വഴിക്ക് വന്നോ കേട്ടോടാ. മൂപ്പാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറങ്ങി വാ മൂപ്പാ. എന്താ മൂപ്പാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് മനുഷ്യന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. എന്റെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് നല്ല അറിവുള്ള ഒരു മനുഷ്യനെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ത്യ മനുഷ്യനെന്ന് കാണിച്ചേ. ഇതാ മൂപ്പ ആ മനുഷ്യൻ.
അല്ല ഈ മനുഷ്യന്റെ ഡ്രസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മൂപ്പ ഇത് നമ്മുടെ കാട്ടിലുള്ള ആളൊന്നും ഇത് വേറെ സ്ഥലത്തുള്ള മനുഷ്യൻ ഇത്, അതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് കേട്ടോ. ആ ശരി. ഡാ ചക്ക എന്റെ കാലൊന്ന് തടവി തടാ. എനിക്ക് വയ്യ. അതെ ഈ ചക്കനെ അടിച്ച് ശരിയാക്കുക, അപ്പൊ അവന്റെ കാലൊന്ന് തടവിക്കോളും. അതെ അവിടെ ഒരു വടി ഇരിപ്പുണ്ട്, ആ വടി എടുത്തിട്ട് വാ, ചെറുക്കനെ ഒന്ന് തല്ലി ശരിയാക്കും. അയ്യോ എന്നെ അടിക്കില്ല, ഞാൻ തടവി കൊടുത്തോളാവേ. അയ്യോ അങ്ങനെ മൂപ്പൻ പറയുന്നത് പോലെ അനുസരിച്ചോണം, അല്ലെങ്കിൽ ഇതിനെ അടിച്ച് ശരിയാക്കും കേട്ടടാ. അയ്യോ എന്നെ ഒന്ന് ചെയ്യല്ലേ. പോയി തിരുമ്പി കൊടുക്കടാ. മോനെ നമുക്ക് ഇനി പഴങ്ങളൊക്കെ പറിച്ചിട്ടല്ലേ വാ. കുട്ടികൾക്കായി വേണ്ടിട്ട് ഒരു ലീഡറെ കണ്ടെത്താം നമുക്ക്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്കൂളിലെ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള കണ്ണൻ. കണ്ണ ഇങ്ങോട്ട് വാ. കണ്ണൻ മോൻ ഇങ്ങോട്ട് വാ. കണ്ണനെ കാണുന്നില്ലല്ലോ. ടീച്ചർ ടീച്ചർ എന്താണ് പ്രശ്നം? ടീച്ചർ ടീച്ചർ കണ്ണനെ കാണുന്നില്ല. അതേന്നെ കണ്ണനെ കാണുന്നില്ല. അയ്യോ കണ്ണന്റെ പാരന്റ്സിനോട് ഇനി എന്ത് പറയും? വാ കുട്ടികൾ നമുക്ക് അവനെ പെട്ടെന്ന് തപ്പാം. വാ. A few moments later. ഡാ ചക്ക അമർത്തി തിരുവടാ. ആ ശരി. ആഹാ നല്ല രസമുണ്ട്. രാത്രി ഇവിടെ കിടന്ന് ഒരു ചെറുക്കനും കാല് തിരുമ്പി തരുന്ന നല്ല രസമുണ്ട്. ഡാ ചക്ക എഴുന്നേക്കടാ. അയ്യോ എന്താ? എന്തിനാണ് ചക്ക നീ കാണുന്നു ഇറങ്ങിയേ? കാല് തിരുമ്പണ എന്നെ. അയ്യോ ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ രാവിലെ തൊട്ട് തിരുമ്പ് തുടങ്ങിയതല്ലേക്ക് വയ്യ. ഡാ ചെറുക്കൻ മര്യാദക്ക് തിരുമാല പറഞ്ഞേ, അല്ലെ നിന്നെ അടിച്ച് ശരിയാക്കും കേട്ടോ. അയ്യോ ഞാൻ തിരുമാവ് എന്താ ചെയ്യല്ലേ? അയ്യോ ആ മതിയാടെ ചക്ക. ചെറുക്കൻ നീ പോവാടാ. ഞാൻ വീട്ടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങാൻ പോവാ. അയ്യോ ഇപ്പൊ നിന്നെ എന്റെ വീട്ടിൽ കിടന്ന് ഉറക്കാണ് ഞാനിപ്പം. തല കിടന്ന് പറയുന്നത് കേട്ടോടാ. മാറാ അങ്ങോട്ട്. എനിക്ക് വയ്യ, ഇവിടെ എന്തൊരു പണി. എനിക്ക് വയ്യ. ഇത്ര പണി ഇതിന്റെ നല്ലതിന്റെ ചൊല്ലി കിടക്ക സമ്മതിക്കും. ഈ മണ്ണിനകത്ത് കിടക്കണം ഞാനിനി. തണുത്തിട്ട് വയ്യ, വിറയ്ക്കുന്നു. അയ്യോ എനിക്ക് വിഷമം വരുന്നു. അവരുടെ കൂടെയൊക്കെ കളിക്കുന്ന കാലേജിൽ ശരിക്കും വിഷമം വരുന്നു. ആ പറഞ്ഞതുപോലെ രാത്രിയല്ലേ, രാത്രി ആരും കാണത്തില്ല. ഈ സമയത്ത് ഓടി രക്ഷപ്പെടാൻ വിടുന്നു. രക്ഷപ്പെടാൻ സമാനമായി. ചെറുക്കാ നീ അവിടെ പോവാടാ. അയ്യോ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുമ്മാതെ കാണാൻ ഇറങ്ങിയതാ. ആ അങ്ങനെ ഇവിടെ സ്ഥലം ഒന്നും കാണാൻ പറ്റത്തില്ല. പോയി കിടന്ന് അവിടെ കിടന്നു അങ്ങോട്ട് ചെറുക്കാ. പോ. ഇവിടുന്ന് രക്ഷപ്പെടാന്ന് ആലോചിച്ചതാ. ഇറങ്ങി വരുന്ന വഴിക്ക് എന്നെ രണ്ട് കാട്ടുവാസികളുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ ശൂലം ഇരിപ്പുണ്ട്. രണ്ടുപേരുടെ കയ്യിൽ ശൂലം. ഞാനും കൂടെ അങ്ങോട്ട് ഓടിപ്പോണേ അവരെ ശൂലം എടുത്ത് കയറി എന്നെ ദേഹത്തോട്ട്. ആലോചിച്ചിട്ട് എന്നെ പേടി വരുന്നു. ഇനി എന്തായാലും ഇവിടെ ഒന്ന് കിടക്കാം. The next day. ചെറുക്കാ എഴുന്നേക്കടാ. ചെറുക്ക എഴുന്നേക്കണം. ഒറ്റ അടിയാ നിൽക്കണം. എഴുന്നേക്കടാ. എന്താ ചെക്ക നിനക്ക് അവിടെ ഇഷ്ടമുള്ള സമയത്ത് കിടന്ന് ഉറങ്ങാനേ. ഇത് നിന്റെ സ്ഥലമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ സ്ഥലം. ഞങ്ങൾ പറയുന്ന കേട്ടണം. ആ ശരി, നിങ്ങൾ പറഞ്ഞാലും കേക്കാം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇനി? ചെക്ക നീ പോയിട്ട് പശുവിന്റെ പാല് കറന്നിട്ട് എനിക്ക് കൊണ്ടുതാ. അയ്യോ എനിക്ക് പശുവിന്റെ പാലൊന്നും കറക്കാൻ അറിയത്തില്ല. നിന്നോട് ഈ കറക്കാനും പറഞ്ഞേ, അല്ലെങ്കിൽ എന്റെ ആൾക്കാരെ വിളിച്ച് നിനക്ക് നല്ല അടി വാങ്ങിച്ചു തരണം. ഏതാണ് നിനക്ക് വേണ്ടേ? അയ്യോ ഞാൻ കറന്നോളാം, എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ എന്നാ പോടാ. അവന്റെ സ്ഥലം പോലെ ഇഷ്ടമുള്ള സമയം കിടന്ന് ഉറങ്ങുന്നവൻ. എന്താ കൺമണി മോളെ? ചേച്ചിയും ചേട്ടനാണ് ഇന്നലെ പോയത്. അപ്പൊ ഇന്ന് വരും. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോ വരും. ഞാൻ അമ്മൂമ്മയുടെ കൂടെ കളിക്കാൻ പോവാണ്. ശരിയേ? ആ ശരി മക്കളെ. മക്കളൊക്കെ വരുന്നതിന് മുമ്പ് ചിക്കനും ചോറൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. എന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ആരായിരിക്കും? രമേശ് ചേട്ടനായിരിക്കും. നോക്കാം. ഹലോ ആരാ? അല്ല ഞാനാണ് കണ്ണന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറാ. എന്താ ടീച്ചറെ? കണ്ണൻ എന്ത് പറ്റി? കണ്ണൻ വല്ല വഴക്കുണ്ടാക്കി ടീച്ചറെ? അല്ല നിങ്ങളോടിപ്പോ എങ്ങനെ പറയണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താ ടീച്ചർ പറ. കണ്ണൻ മിസ്സിംഗാ. ടീച്ചർ എന്താ പറയുന്നത്? കണ്ണനെ മിസ്സിംഗ് ആണോ? അതെ. അല്ല ടീച്ചർ നിങ്ങൾ എവിടെ ടൂറിന് പോയേ? ഞങ്ങളെല്ലാരും ഒരു ഫോറസ്റ്റിലോട്ടാ ടൂർ പോയത്. അവിടെ വെച്ച് ആ കണ്ണനെ മിസ്സിംഗ് ആയത്. ചിലപ്പോ അവൻ ആ കാട്ടിൽ എവിടെയൊക്കെ കാണുമല്ലോ.
ഇല്ല, അവൻ ആ കാട്ടിലില്ല. അവന് ഞങ്ങൾ മൊത്തം തപ്പി ആ കാട്ടില്. പിന്നെ നല്ല താഴ്ചയുള്ള നല്ല കൊക്ക. അയ്യോ, കൊക്കയോ? ഇനി അവനെ കൊക്കയിലോട്ട് തന്നെ പോയി കാണുമോ? കൊക്കയിലോട്ടൊന്നും പോയി കാണാൻ സാധ്യതയില്ല. നിങ്ങൾ പേടിക്കണേ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാം. എന്നാ ശരി ടീച്ചർ. അമ്മേ, അമ്മ ഇങ്ങോട്ട് വാ അമ്മേ. അയ്യോ, എന്ത് പറ്റി മോളെ? അമ്മേ, കണ്ണന്റെ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ ടൂർ പോയായിരുന്നു ഒരു ഫോറസ്റ്റിലോട്ട്. അങ്ങനെ കാട്ടിലാണെങ്കിൽ കണ്ണനെ മിസ്സിംഗ് ആയെന്ന് ടീച്ചർ ഇപ്പൊ വിളിച്ചു പറഞ്ഞേ. അയ്യോ, ഞാനത് എന്തോ കേൾക്കുന്നത്. അവനെന്തേ? കണ്ണനെ കാട്ടിലൊക്കെ ടീച്ചർ പിള്ളേരും മൊത്തം തപ്പിന്ന് കണ്ണനെ കിട്ടിയില്ലെന്ന്. അയ്യോ, എന്ത് ചെയ്യും? പിന്നെ താഴോട്ട് വലിയ കൊക്കയുണ്ട് താഴോട്ട്. അയ്യോ, വലിയ കൊക്കയോ? ഭയങ്കര താഴ്ചയെന്ന് പറഞ്ഞേ. എനിക്ക് തോന്നുന്നു അവൻ ആ കൊക്കയിലോട്ട് വീണം തോന്നുന്നു. അയ്യോ, നന്ദിനി മോളെ എഴുന്നേക്ക്. നന്ദിനി, നന്ദിനി എഴുന്നേറ്റേ. പെട്ടെന്ന് രമേശിനെ ഒന്ന് വിളിച്ച് പറയാ. ഹലോ രമേശേ. എന്താ അമ്മേ? രമേശ്, നന്ദിനാണ് തല ഇറങ്ങി വീണ്. പെട്ടെന്ന് വാ. ഇത് നന്ദിനി തല ഇറങ്ങി വീണു. ഞാൻ പെട്ടെന്ന് വരാവേ. ശരി. മോളെ നന്ദിനി എഴുന്നേറ്റേ മോളെ. അയ്യോ മോളെ, നീ എഴുന്നേറ്റ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനാണ് രമേശിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിട്ട്. ഏട്ടനോട് വരണ്ടെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. അല്ല രമേശേട്ടാ. നന്ദിനി നീയാണോ? അതെ രമേശേട്ടാ, ഞാനാ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രമേശേട്ടാ വരണ്ട. അല്ല സാരില്ല, വരാ. വേണ്ട രമേശേട്ടാ, വെറുതെ ജോലി കളയണ്ട. സാരമില്ല. വരണം ഞാൻ. രമേശേട്ടാ വരണ്ട. രമേശേട്ടാ, രമേശനോട് ജോലി എടുത്തു. എന്നാ ശരി. എന്റെ പൊന്ന് നന്ദിനി, മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ഒന്നത് കണ്ണനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുക. അപ്പോഴത്തേക്ക് നീ തല അറിഞ്ഞു വീണ്. ഞാൻ ശരിക്കും പേടിച്ചു പോയി നന്ദിനി മോളെ. അമ്മ പേടിക്കണ്ട, കണ്ണനെ ഉറപ്പായിട്ടും കിട്ടും. നമുക്കെല്ലാവർക്കും കൂടെ പോയി കണ്ണനെ തപ്പാൻ പോയാലോ? അതെങ്ങനെയാ അമ്മ അവനെ പോയി തപ്പുന്നേ? അവൻ അവിടെ നമുക്ക് അറിയത്തില്ലല്ലോ. ടീച്ചർക്ക് പറഞ്ഞ വലിയ കാണാന്നത്. അയ്യോ, കൺമുണ്ടമോൾക്ക് എന്താ പറ്റിയല്ലോ? വരുമോ മോളെ? ആ ചെറുക്ക പശുവിന്റെ പാല് ഇറക്കാൻ വേണ്ടി കുറെ നേരമല്ലോ. ഞാൻ ചെറുക്ക പെട്ടെന്ന് വേണം പാല് കൊണ്ട്. ഇന്നാ പാല്. ചെറുക്ക നീ എന്നെ എന്നാന്ന് വിളിക്കണ്ട, ഇന്നാ പൂപ്പാന്ന് വിളിച്ചത് കേട്ടാടാ. അല്ലെങ്കിൽ നിന്നെ അടിച്ച് ശരിയാക്കിന്. ഇന്നാ മൂപ്പ പാല്. അങ്ങനെ വരച്ച് വഴിക്കുവാ. നീ പോടാ പുറത്ത്. ശരി മൂപ്പ. നല്ല രസമുണ്ട്. എന്റെ ജോലി ചെയ്യാൻ മാത്രം ഒരാള്. നല്ല രസമുണ്ട്. എവിടെ വെച്ച കുട്ടീനെ മിസ്സായേ? സാർ അതറിയത്തില്ല സാർ. ഞങ്ങളുടെ കൂടെ വന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞു തന്നത് അവനെ കാണുന്നില്ലെന്ന്. നിങ്ങൾ ഈ കാട്ടിൽ ഏത് സ്ഥലമൊക്കെ നോക്കി? ഞങ്ങൾ ഈ കാട് മൊത്തം തപ്പി. ഇനി തപ്പാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഉണ്ട് സാർ. താഴോട്ട് കിടക്കുന്ന കൊക്ക ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ പോയില്ല. ചിലപ്പോ അവൻ അങ്ങോട്ട് തന്നെ പോയി കാണും സാർ. എന്നാ ഞങ്ങളൊന്ന് അവിടെ കൊണ്ട് നോക്കാം. നിങ്ങൾ അവിടെ നിൽക്ക്. ഒന്ന് ഇറങ്ങാം. ഓക്കെ സാർ. മേഡം നമുക്ക് ബസ്സിൽ പോയിരിക്കാവാ. അല്ല ഡ്രൈവർ, കുട്ടികളൊക്കെ എന്ത് സേഫ് ആണോ? അവരെല്ലാരും ബസ്സിന്റെ തിരിപ്പുണ്ട് മേഡം. അയ്യോ, എന്റെ അമ്മ എങ്ങനെയും ഒന്ന് പിടിച്ചിറങ്ങി. ഭയങ്കര പാടായിരുന്നല്ലോടോ. ശരിയാ സാർ, ഭയങ്കര പാടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. എന്ത് വലിയ കൊക്ക ഇത്. മോടെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഡോ എന്താ സാർ? അവിടെ കുറച്ച് വീട് കണ്ടോ? ശരിയാണല്ലോ സാർ, ദേ അവിടെ കുറച്ച് വീട്. എടാ, ചിലപ്പോ ആ കുട്ടിയാണെങ്കിൽ കൊക്കയിൽ നിന്നാണ് താഴോട്ട് വീണിട്ടെ ഇവിടെ കിടന്നിട്ടെ ഈ വീട് ഇട്ട് താമസിക്കുന്നവരാണെങ്കിൽ കണ്ടു കാണും ആ കൊച്ചിനെ. എന്നിട്ട് ആ കൊച്ചിനെ എടുത്തോണ്ട് വിട്ട് അവരെ വീട്ടിൽ കൊണ്ട് വെച്ച് കാണും. നമുക്ക് പോയി നോക്കിട്ട് വരാം. വാ നിക്കടോ. എന്ത് പറ്റി സാർ? രണ്ട് ആദിവാസികളാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്. ആദിവാസികളോ? അതേടോ, രണ്ട് ശൂരം പിടിച്ചോണ്ട് നിൽക്കുക രണ്ടുപേര്. വാ, നമുക്ക് എന്തായാലും രണ്ടും കളിപ്പിച്ചു വാ. നമ്മളെ നോക്കണ്ടല്ലോ, പേടിക്കണ്ട. സാറ് പോകണോ? വാടോ, ഞാനല്ലേ പറയുന്നു. വാ. നിങ്ങളാരാ? നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നതല്ല. പിന്നെ എന്തിനാ വന്നത്? കാട് നശിപ്പിക്കാൻ വന്നതാണോ? നിങ്ങളെ ഒന്നും ചെയ്യാനും വന്നതല്ല, കാട് നശിപ്പിക്കാനും വന്നതല്ല. പകരം ഞങ്ങൾക്കൊരു കാര്യം വരണം. ഇവിടെ ഒരു കുട്ടിയുണ്ടോ? കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പോ. നിങ്ങളോട് കുട്ടിയുണ്ടോ ഇല്ലെന്ന് പറ. ഇവിടെ ഒരു ചെറുക്കനെ കിട്ടി ഞങ്ങൾക്ക് ഇന്നലെ. എവിടുന്നാ കിട്ടിയത്? വലിയ കൊക്കയുടെ അവിടുന്ന്. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ ശൂലായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൊല്ലട്ടെ. നീയൊക്കെ ഞങ്ങളെ ശൂലായിരുന്നു കൊല്ലോടാ. നിന്നെയൊക്കെ എന്റെ കയ്യിലിരിക്കുന്ന സാധനം ശരിയാക്കാൻ പോവാടാ. അയ്യേ, ഇതെന്തോ സാധനമാ? കുഞ്ഞു സാധനം. എന്തോ ഇത്? കുഞ്ഞു വടി. അയ്യേ, ഇതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് അടിച്ചത് എന്താ കുഴപ്പം? ഇത് കാണുന്ന പോലത്തെ സാധനമൊന്നുമല്ല. ഞാനിപ്പോ കാണിച്ചതായിരുന്നു ശരിക്കുള്ള പവർ. എന്റെ അമ്മ, അതൊന്നും സാധനം ഇപ്പൊ പൊട്ടിയത്. എന്താണ് ഈ പൊട്ടിയ സാധനം ഇപ്പൊ നിങ്ങളുടെ ചേർത്തിട്ട് പൊട്ടിക്കണേ? അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. എന്നാ നിങ്ങളുടെ രണ്ടുപേരെ കയ്യിലിരിക്കുന്ന ശൂലം തറയിലിട്ടോ. ഇപ്പൊ തറയിലിട്ടോ, അല്ലെ ഇപ്പൊ പൊട്ടിക്കും ഞാൻ. പൊട്ടിക്കട്ടെ. അയ്യോ, വേണ്ട, ഞങ്ങൾ ഇട്ടോളാം. അങ്ങനെ ഞങ്ങൾ പറയുന്നതിൽ അനുസരിച്ചോളാം, അല്ലെങ്കിൽ ഇത് പൊട്ടിയും കേട്ടോ. ഇല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ കുട്ടി. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ പുറകിന് വാ.
ഇന്ത്യയുടെ നിങ്ങൾ പറഞ്ഞ കുട്ടി. അയ്യോ ഞങ്ങളിപ്പോ വിളിക്കാവേ. മൂപ്പ മൂപ്പ പെട്ടെന്ന് വാ മൂപ്പ. എന്താ ടീ? മൂപ്പരുന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി ആരാന്ന്. ബാക്കിലാരാ? ഹായ് ഹായ്, 2 മനുഷ്യന്മാരാണല്ലോ. ഇനി എന്റെ ജോലികൾ ചെയ്യാൻ വേണ്ടിട്ട് 2 മനുഷ്യന്മാരെ നിങ്ങൾ കിട്ടിയല്ലോ. എന്റെ പൊന്നു മൂപ്പ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരൊന്നും അല്ലത്. നിങ്ങൾ എന്താ പറയുന്നേ? മൂപ്പ ഞങ്ങൾ ഒരു ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നോ? ആ കൊച്ചിനെ തപ്പി വന്ന ആൾക്കാരിത്. അതിനെന്താ, നമുക്ക് ഇവരെ കീഴ്പ്പെടുത്തിയാ പോരെ? എന്റെ പൊന്നു മൂപ്പ, നമുക്ക് ഇവരെ കീഴ്പ്പെടുത്താനൊന്നും പറ്റത്തില്ല. കൈ കൊണ്ട് പറ്റത്തില്ല, ഷൂലെടുത്ത് അറിയേ. എന്റെ പൊന്നു മൂപ്പ, ശൂലത്തിനേക്കാളും വലിയ സാധനമൊക്കെ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യമാണ് നിങ്ങൾ പറയുന്നേ? അതെ മൂപ്പ, സത്യമാ. മൂപ്പനിപ്പോ പുറകിൽ 2 മനുഷ്യന്മാരെ കണ്ടില്ല. ആ മനുഷ്യന്മാര് ആ ചെറുക്കനെ തപ്പി വന്ന മനുഷ്യന്മാരാ. അയ്യോ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. നിങ്ങൾ എത്ര വേണമെങ്കിലും പഴവും സ്വർണ്ണമൊക്കെ തരും, ഞങ്ങളൊന്നും ചെയ്യല്ലേ. നിങ്ങളുടെ പഴവും സ്വർണ്ണം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെന്താ ഞങ്ങൾക്ക് വേണ്ടേ? ഇവിടെ അല്ല, കുട്ടിയെ മതി ഞങ്ങൾക്ക്. ആ കുട്ടി എന്താണ് ഞങ്ങൾ തരാം. ചെറുക്ക ഇറങ്ങി വേണം പെട്ടെന്ന്. എന്താ മൂപ്പ വേണ്ടേ? ഞാനല്ല മൂപ്പൻ, നിങ്ങൾ തന്നെയാ മൂപ്പൻ. ഇവർക്കെന്ത് പറ്റി? മൂപ്പ, നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് 2 പേര് വന്നിട്ടുണ്ട്. പൊക്കോ. അതാരെ എന്നെ കൊണ്ടുപോകാൻ വന്നേക്കുന്ന ആൾക്കാര്? ഹായ് പോലീസുകാര്. വാ മോനെ, നമുക്ക് ഇവിടുന്ന് പോകാം. വരൂ പോലീസ് മാമ. എല്ലാരോടും ടാറ്റാ. ശരി മൂപ്പ. ഞാൻ ഇനിയും വരാവേ. അയ്യോ, അതാ ശരി, ഞാൻ പോവാ. ടാറ്റാ. എന്റെ അമ്മയെ രക്ഷപ്പെട്ടു. അതെ, ഇനി ഇങ്ങോട്ട് ഒരു മനുഷ്യനെ പിടിച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ. ശരി മൂപ്പ.